നമസ്കാരം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് LG ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഗിയർ ബോക്സ് മാറുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളിതിൻ്റെ ഗിയർ ബോക്സ് എങ്ങനെ മാറി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. എല്ലാവരും വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി വീഡിയോ തുടങ്ങാം. ഇത് നമ്മൾ ഒത്തിരി രണ്ട് വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. ഇതിൻ്റെ ടോപ്പിൻ്റെ ഈ 2 സ്ക്രൂ ഊരുക, ഇവിടെ ഊരുക, ബാക്കിൽ നിന്നുള്ളത് കണക്ഷൻ വിടുക. അന്നേരം നമുക്കിത് ടോപ്പ് പൊക്കിയെടുക്കാം. പൊക്കിയെടുത്ത് മിഷൻ നമ്മൾ ഡ്രമ്മ് സെറ്റ് ചെയ്തതിന് ശേഷം വെളിയിലെടുത്ത് വെച്ചതിന് ശേഷമുള്ള വീഡിയോ ഇനി നമ്മൾ കാണിച്ചു തരാം. ഊരി വെളി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ പൾസേറ്റർ ഊരി മാറ്റി. ഇനിയിപ്പോൾ ഈ കാണുന്നതാണ് ഡ്രൈ ഹബ്ബ്. ഈ ഡ്രൈ ഹബ്ബ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ പുറകിലത്തെ കുറച്ച് സ്ക്രൂ അഴിച്ച് കഴിയുമ്പോൾ താഴോട്ട് വരും. ഈ ഡ്രൈ ഹബ്ബ് ആദ്യം നമ്മൾ ഗ്രൈൻഡർ വെച്ച് ഇതൊരു നട്ടാണ്, ഇതെല്ലാം കട്ട് ചെയ്ത് കളയുന്നത് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്ത് നമ്മൾ ചെക്ക് നട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തൊരു വാഷറുണ്ട്, ഇത് ഊരി മാറ്റി വെക്കുക. ചെക്ക് നട്ട് അഴിച്ചെടുക്കാവുന്ന ടൂളുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതെല്ലാം ഒന്നും അഴിച്ചെടുക്കാൻ പറ്റത്തില്ല, കാര്യം ഇതിൻ്റെ സൈഡ് പൊട്ടിയതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്നി താഴോട്ട് അടിച്ച് നോക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്യാൻ വേണ്ടി. പക്ഷേ മിക്കതും അങ്ങനെ വരുത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ താഴെ നട്ടുപോട്ട് അടിച്ച് എടുക്കാൻ പറ്റും. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തങ്ങ് കളയുക. ഇപ്പോൾ എപ്പോഴും പുതിയ ട്രൈ അപ്പ് ഇടുന്നതാണ് നല്ലത്, കാര്യം ഇത് ഒത്തിരി പൊടിഞ്ഞിട്ടുണ്ട്. ഇതിന് 4 സ്ക്രൂ ഉണ്ട് 4 സൈഡിലായിട്ട്. അപ്പോൾ ആ സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റി ാണ് ഇതിന്. ആ കവർ എടുത്തേക്ക് ഈ ഡ്രൈ അപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്താൽ കളയാം. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്ത് 3 പീസാക്കി എടുത്ത് അപ്പോൾ ഇത് മാത്രമായി. അതായത് ഇത് ഗിയർ ബോക്സിൻ്റെ കുറ്റിയാണ് ഈ കാണുന്നത്, ഈ കുറ്റി മാത്രമായി. ഇനി നമ്മൾ തിരിച്ച് വെച്ചിട്ട് അഴിച്ചിട്ട് താഴോട്ട് എടുക്കാൻ പറ്റും. ഇത് ഈ 4 സ്ക്രൂ, ഇവിടെ 4 സ്ക്രൂ ആക്ച്വലി അഴിച്ചാൽ മതി. നമ്മളിപ്പോൾ കാണിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ഇരുന്നൊരു പഴയതാണ്. പക്ഷേ നമ്മൾ സെറ്റ് ചെയ്യുന്ന മെഷീൻ എന്ന് പറയുന്നത് കസ്റ്റമർ ഓൾറെഡി അഴിച്ച് അവർ സെറ്റ് ചെയ്യാൻ പറ്റാതെ നമുക്ക് കൊണ്ട് തന്ന മെഷീൻ്റെ കാണിക്കുന്നത്. ഇത് അഴിക്കുന്ന ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ 13ൻ്റെ ടീ ഇട്ട് ഇതിൻ്റെ സ്ക്രൂ അഴിക്കുക. നാല് സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്ക് ഗിയർ ബോക്സ് മുകളിലോട്ട് ഊരിയെടുത്ത്, ഇതാണ് എൻ്റെ ഗിയർ ബോക്സ്. ഇത് കംപ്ലൈൻ്റ് ആണ്. ഇതിന് പകരം നമ്മൾ വേറെ ഗിയർ ബോക്സ് ഇടാം. പക്ഷേ നമ്മളിപ്പം ഇനി ഇടാൻ പോകുന്ന ഗിയർ ബോക്സ് എന്ന് പറയുന്നത് വേറൊരു മിഷനാണ്. നമ്മളിപ്പോൾ അഴിച്ച് കാണിക്കാൻ വേണ്ടി ഇത് കഴിച്ചു. ഇവിടെ കിടന്ന പഴയതാണ് ഈ സംഭവം. അവർ ഈ പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ അഴിച്ചിട്ടുണ്ട്. അതെങ്ങനെ സെറ്റ് ചെയ്തെന്ന് അന്നേരം കാണിക്കാം. പ്ലേറ്റ് അടിക്കണമെങ്കിൽ ഒന്നുമില്ല, ഈ സ്ക്രൂ എല്ലാം അഴിച്ചാൽ മതി. ഇതിൻ്റെ ഇവിടെയും ഇതാ നമ്മൾ അതിനകത്തുനിന്ന് അഴിച്ച ഡ്രം ഇതാണ്. ഇതിനിപ്പോൾ കഴുകി വൃത്തിയാക്കണം. ഫുൾ അഴുക്കാണ്. ഡ്രൈ ഹബ്ബ് മാറണം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴുകലിലോട്ട് പോകാം. ഇതിപ്പോൾ കഴുകിക്കൊണ്ടിരിക്കും. ഇത് ഡ്രം ഇതുപോലെ വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ ടബാണ്. ഇത് നമ്മൾ മാക്സിമം വൃത്തിയായിട്ട് കഴുകി. കാര്യം ഇത് സോപ്പ് പൊടി ഇങ്ങനെ ഇരുന്നിരുന്ന് വർഷങ്ങളോളം കടന്നിങ്ങനെ പോയതാണ്. ഇത് കഴുകാൻ വേണ്ടിയാണ് നമ്മൾ മൊത്തം അഴിച്ചത്. അപ്പം മാക്സിമം നമ്മൾ കുറച്ചുകൂടെ ചുരണ്ടി നോക്കും. കാര്യം ഇത് വരുത്തില്ല. ഇത് മാക്സിമം കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കഴുകി വെച്ച സാധനമാണ്. ഇതിനകത്തോട്ട് തന്നെ ടെംപ്ലേറ്റ് എടുത്ത് സെറ്റ് ചെയ്യാൻ പോവുക. ഇത് ഈ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ പഴയത് തന്നെയാണ് വരുന്നത്. ഇത് ഒരിക്കലും മാറത്തില്ല. അത് കറക്റ്റായിട്ട് കയറ്റി നമ്മളത് കഴുകാൻ വേണ്ടിയാണ് ആ പ്ലേറ്റ് ഊരി എടുത്തത്. ആക്ച്വലി ഇത് മിഷീനകത്ത് വെച്ച് തന്നെ മാറാനുള്ളേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് കസ്റ്റമർ അഴിച്ചതായതുകൊണ്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് എടുത്ത് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ 2 8ൻ്റെ സ്ക്രൂ ഉണ്ട് ഈ 2 ഭാഗത്ത്. ഈ 2 ഭാഗത്തെ 8ൻ്റെ സ്ക്രൂ വെച്ച് നമ്മൾ അത് മുറുക്കണം. അങ്ങനെ അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗിയർ ബോക്സിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 സ്ക്രൂ മുറുക്കണം ഫസ്റ്റ്. ഇത് പുതിയ ഗിയർ ബോക്സ്. ഇത് പിന്നെ
ഗ്രീസൊക്കെ പറ്റിയത് കസ്റ്റമർ തന്നെ ഇതിടാൻ നോക്കി. അതുകൊണ്ടാണ് ഇതെന്ന് വെച്ചാൽ കസ്റ്റമർ അടിച്ച് നിരപ്പാക്കി പരുവാക്കിയാണ് നമുക്ക് കൊണ്ടു തന്നത്. ഇത് കസ്റ്റമർ അടിക്കാൻ നോക്കി, അവർ തന്നെ സാധനം മേടിക്കുകയും ചെയ്ത്. ഇതാണ് പുതിയ സാധനം. പുള്ളി കുറേ പരിപാടി ഇതിനകത്ത് നടത്തി. അതിനുശേഷം അതുകൊണ്ടാണ് പുള്ളി നമുക്ക് തന്നത്. ഈ സാധനം പാക്കറ്റിനകത്താണ് സാധാരണ വരുന്നത്. സാധനം പുതിയതൊക്കെ തന്നെയാണ്, പക്ഷെ പുള്ളി തൊട്ട് ഇത് മൊത്തം ഗ്രീസും കാര്യങ്ങളുമൊക്കെ ഫുള്ള് ഗ്രീസും കാരണം. പക്ഷെ സാധനം പുതിയതാണ്, ഗ്രീസും കാരണം അടിയെല്ലാം ഗ്രീസാണ്. പുള്ളി മാക്സിമം നോക്കിയിട്ട് ഒന്നും പറ്റില്ല ഞങ്ങളുടെ സർവീസ് സെൻ്ററിൽ വിളിച്ച് തന്നത്. പറ്റത്തില്ലെങ്കിൽ പിന്നെ അഴിക്കരുത്, കാര്യം അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പിന്നെ ചെയ്തെടുക്കാൻ. അപ്പം ഇതാണ് പഴയത്. ഇതിൻ്റെ പുള്ളി അടിച്ച് ഇതിൻ്റെ ഉള്ളെല്ലാം പൊട്ടിച്ച്, അതുകൊണ്ടാണ് ഇതിപ്പോൾ പുതിയ സാധനം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് പിന്നെ കസ്റ്റമർ മേടിച്ചാൽ നമ്മളിന്ന് വാറണ്ടി ഒന്നും കൊടുക്കണ്ട. നമ്മൾ മാറുവാണെങ്കിൽ 1 ഇയർ വാറണ്ടിയാണ് ഈ സാധനത്തിന്. നമ്മൾ കമ്പനി സാധനം തന്നെ മാറുന്നുള്ളൂ. 4 സൈഡിൽ 13-ൻ്റെ ബോൾട്ടിട്ട് മുറുക്കാം. ഇത് മുറുക്കുമ്പം ഇതിൻ്റെ ഗിയറാണിത്. അപ്പോൾ ഗിയർ കറക്റ്റായിട്ട് ഇവിടെ തന്നെ വരണം. ഇത് ടോർക്ക് മോട്ടറിൽ നിന്ന് പുറമോട്ട് വലിക്കുമ്പോൾ ഇതൂടെ ചേർത്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വലിയുന്നത്. ഇപ്പോൾ ടോർക്ക് മോട്ടറിൽ നിന്ന് വെള്ളം കളയാൻ വേണ്ടി പുറത്തോട്ട് വലിക്കുമ്പം ചേർന്നാണ് വലിക്കുന്നത്. ഇതിപ്പോൾ 1-2 വാഷിംഗ് ആണിത്. ഈ ഗിയർ പുറമോട്ട് വലിഞ്ഞു കഴിയുമ്പം ഇറക്കി തിരിച്ചിറക്കി അന്നേരമാണ് ടബ് പിടിച്ച് കറക്കുന്നത്. അപ്പോൾ ഗിയർ ഇവിടെ തന്നെ വരണം, അത് ശ്രദ്ധിക്കണം എപ്പോഴും ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ 2 സ്ക്രൂ, ഇത് മോട്ടർ വെക്കാനുള്ള സ്ക്രൂ. ഇവിടെ 2 10-ൻ്റെ സ്ക്രൂ, ഇവിടെ സ്ക്രൂ, ഇവിടെ സ്ക്രൂ, ഇവിടെ സ്ക്രൂ. ഇത്രയാണ് സ്ക്രൂ വരുന്നതിനകത്ത്. അപ്പോൾ ഇത് കസ്റ്റമർ അഴിച്ചതുകൊണ്ട് തന്നെ വലിച്ചു വാരി അഴിച്ചെല്ലാം കൂടെ ഒരുമിച്ച് വന്നേക്കുവാ സ്ക്രൂ. ഈ ബെല്ലോടെ സ്ക്രൂ വരെ അഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗാർഡ് വെച്ച് സെറ്റ് ചെയ്യുക. ഇവിടെ 2 ഇടം. ഈ ഗാർഡെന്ന് പറയുന്നത് നമുക്കിപ്പം ഓവർ തുണി കയറി അതല്ലെങ്കിൽ അതിൻ്റെ സസ്പെൻഷൻ റാഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഓവർ തുണി കയറി ഈ പുള്ളി വന്ന് താഴെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗാർഡ് ഇടുന്നത്. കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പിന്നെ നമ്മൾ ഈ മെഷീൻ പുതിയതായിട്ട് വരുമ്പോഴും തെർമോക്കോൾ അവിടെ സപ്പോർട്ട് ചെയ്തായിരിക്കും വരുന്നത്. കാര്യം ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അതിനുവേണ്ടിയാണ്. ബാക്കി സ്ക്രൂ എല്ലാം ഇടുക, ഇവിടെയുള്ള സ്ക്രൂ എല്ലാം ഇടുക. ഇട്ടതിന് ശേഷം മോട്ടർ കണക്ഷൻ ഫ്രണ്ടിൽ വരുന്ന രീതി സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ബെൽറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് അഴിച്ചത് നമുക്ക് കസ്റ്റമർ അഴിച്ചതുകൊണ്ട് തന്നെ അഴിച്ച വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഈ സ്ക്രൂ കണ്ട് അതുപോലെ തന്നെ അഴിക്കുകയും ഇടുകയും ചെയ്യാം. ഇപ്പോൾ മോട്ടർ ഇങ്ങനെ വെച്ച് കണക്ഷന് ഈ രീതിയിൽ കൊടുത്തിട്ട് 2 സൈഡ് 13-ൻ്റെ ബോൾട്ടാണ്. 2 സൈഡ് മുറുക്കുക. കണക്ഷൻ അകത്താണ് വരുന്നത്, പുറത്ത് വരരുത്. ശേഷം ടോർക്ക് മോട്ടർ കണ്ട ഈ ക്ലിപ്പിൻ്റെ അകത്തിട്ട് ബാക്കിലോട്ട്, ഇത്രയും ബാക്കിലോട്ട് നിൽക്കണം. ബാക്കിലോട്ട് നിർത്തി ഇത് വലിച്ച് വെച്ച് 3 സ്ക്രൂ കൂടെ 8-ൻ്റെ 3 സ്ക്രൂ വരുന്നത്. അപ്പോൾ 8-ൻ്റെ 3 സ്ക്രൂ സെറ്റ് ചെയ്യണം അവിടെ. അപ്പം ഇത് ഒന്നുകൂടെ കാണിക്കാം. ഈ ക്ലിപ്പ് കിടക്കുന്നുണ്ടല്ലോ, ഇതേപോലെ ഓവർ
ടൈറ്റ് ആക്കരുത്, കാര്യം ഇത് പൊട്ടിപ്പോവും, പ്ലാസ്റ്റിക്കാണ്. അത് മീഡിയം ടൈറ്റ്, എന്നാൽ ടൈറ്റായിരിക്കാൻ വേണം, കാര്യം നല്ല വലിവ് വലിക്കുന്ന നല്ല ടോർക്കുള്ള സാധനമാണ് ഈ ഗിയർ മോട്ടർ എന്ന് പറയുന്നത്. അത് നല്ലപോലെ മുറുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ഇതെല്ലാം ഗിയർ ബോക്സ് സെറ്റ് ചെയ്ത്, വയറെല്ലാം ഫിറ്റ് ചെയ്ത്, ബെൽറ്റിട്ട്, പിന്നെ നമ്മളെന്താ ഷോക്ക് അബ്സർ ഇട്ട്, ഈ സസ്പെൻഷൻ റാഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, വൈറ്റ് ഇത് വരുന്നത് ഫ്രണ്ടാണ് വരുന്നത്. ഫ്രണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക്, അതായത് മോട്ടർ സൈഡ്, വെയിറ്റ് കൂടുതൽ സൈഡ് വൈറ്റ് വരും, വെയിറ്റ് കുറഞ്ഞ സൈഡ് ബ്ലൂവും വരും. വെയിറ്റ് കുറഞ്ഞ സൈഡ് ബ്ലൂ, വെയിറ്റ് കൂടിയ സൈഡ് വൈറ്റ്. അപ്പോൾ മോട്ടറിൻ്റെ വെയിറ്റോടെ താങ്ങാൻ വേണ്ടി രണ്ട് ആക്ഷനാണ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അത് വരുന്നത്. ഇപ്പോൾ നമ്മളിനി ടബിനകത്തോട്ട് പൊക്കി ഇട്ടാൽ മതി, ബോഡിക്കകത്തോട്ട്. അപ്പോൾ നമ്മുടെ പണി മൊത്തം കഴിഞ്ഞ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇത് ഇടുന്നത്. ഇനി ഡ്രെയിനേജ് ഇതിലേക്ക് കണക്ട് ചെയ്യുക. ശേഷം ഇതിൻ്റെ അകത്തൊരു ടബ് ഇറക്കണം, ഡ്രം ഇറക്കണം. അങ്ങനെ ഇറക്കിക്കൊണ്ട് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം. നമ്മൾ ഡ്രൈ ഹബ്ബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഹബ്ബ് സെറ്റ് ചെയ്യുന്നതിനകത്ത് ഇതാണ് പുതിയ ഡ്രൈ ഹബ്ബ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ടബിനകത്തോട്ട് ഡ്രമ്മിനെ അങ്ങ് ഇറക്കും. എന്നിട്ട് ഇത് ഇപ്പോൾ ലോക്കായി കിടന്നിട്ട് നമ്മൾ ചെക്ക് നട്ട് വെച്ച് മുറുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മേളിലൊരു വാഷറുണ്ട്. ഇത് മുറുക്കാനുള്ള ടൂളുണ്ട്. ആ ടൂളല്ലാതെ നമ്മൾ ലാസ്റ്റ് ഇതിന് നല്ലപോലെ പഞ്ച് ചെയ്ത് മുറുക്കണം. എന്തെങ്കിലും പഞ്ചിങ് ടൂൾ വെച്ചിട്ട് നല്ലപോലെ പഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ലൂസായി പോകും. വീണ്ടും ഇത് ഊരിപ്പോൾ ഇത് ഇങ്ങനെ കിടന്ന് ഷിവർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടും ഓവർ വൈബ്രേഷൻ ഒക്കെ. നല്ല ശരിക്കും മുറുകിയിരിക്കണം. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഒരു 10 വാശൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഒരിക്കലും ഊരി വരത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് അത് പഞ്ച് ചെയ്ത് മുറുക്കിയില്ലെങ്കിൽ പെട്ടെന്ന് ഊരി വരും. അത് അതിനുള്ള ടൂള് ഇതിങ്ങനെ വെച്ചിട്ട് മുറുക്കുകയാണ്. ഇത് വലിയ ഗുണമൊന്നുമില്ല. ഇതില്ലെങ്കിൽ നമുക്ക് ഉളി വെച്ച് അടിച്ച് മുറുക്കുകയോ അല്ലെങ്കിൽ പഞ്ചിങ് എന്തെങ്കിലും വെച്ച് അടിച്ച് മുറുക്കുകയോ ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് മാക്സിമം നമുക്ക് മുറുക്കാൻ പറ്റുന്നിടത്തോളം അത് വെച്ച് മുറുക്കും. ഇനി നമ്മളിങ്ങനെ മുറുക്കി വിടരുത്. ഇതിൻ്റെ അകത്ത് ചുറ്റിയൊരു വെച്ച് അടിച്ച് മുറുക്കിയേ വിടാവുള്ളൂ. നമ്മൾ പഞ്ചോട് വെച്ച് ഇത് പഞ്ച് ചെയ്യണം. ഇങ്ങനെ നല്ലപോലെ 4 സൈഡ് മുറുക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പഞ്ച് ചെയ്ത് കൊടുക്കണം. പഞ്ച് ചെയ്തിട്ട് ഇത് കറക്റ്റ് ആകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ലൂസാവും പെട്ടെന്ന്. അത് വെയിറ്റും വെള്ളവും എല്ലാം കൂടെ കയറുമ്പോൾ പഞ്ച് ചെയ്ത് കൊടുക്കുക. പൾസേറ്റർ നമ്മൾ ഇതുപോലെ എടുത്തിട്ട്, ഈ പൾസേറ്ററൊക്കെ പുതിയ പൾസേറ്റാണ്. കാര്യം ഇത് കസ്റ്റമർ പൊട്ടിച്ചത് കൊണ്ട് ഇത് അവർ തന്നെ മേടിച്ച പൾസേറ്റാണ്, ലോക്കലാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് മേളത്തെ കവറിട്ട് ചുറ്റോടെ വെച്ച് 4 സ്ക്രൂ, ഇതിന് മുമ്പുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്ക്രൂ ഒക്കെ ഇട്ട് ടോപ്പിട്ട് അതിൻ്റെ വയറിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ കേബിൾ ടൈ ഒക്കെ അഴിച്ച് വൃത്തിയാക്കി ഇനി നമുക്ക് ഓടിച്ച് നോക്കാം മിഷൻ. മിഷൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മിഷൻ നല്ല സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിഷൻ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈലൻ്റ് ആണ് മിഷന്. അപ്പോൾ സൈലൻ്റ് ആണ് മിഷൻ. നമ്മളപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം.